ദേ ഈ മുഖത്തെ ഭാവം കണ്ടിട്ട് ആരാണ്ട് അടിച്ച് തല്ലിച്ച് പറഞ്ഞ അടിപൊളിയാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് നല്ല സൂപ്പർ സംഭവം തന്നെയാണ്. നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചെണ്ടക്കപ്പ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ മുളക് നാരങ്ങ ചമ്മന്തിയും കൂടെ 1 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുളക് നാരങ്ങ ചമ്മന്തി ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കപ്പയുടെ കോമ്പിനേഷനായിട്ട് കേട്ടോ. നമുക്ക് എനിക്കൊരു അസിസ്റ്റൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. ആരാണെന്നല്ലേ? എൻ്റെ അമ്മ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. നമ്മുടെ കപ്പയെല്ലാം വെട്ടി പൊളിച്ച് കഴുകി അമ്മതയെ അടുപ്പത്ത് വെച്ചു. ഇനിയും അതവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം. ഒന്നും വേണ്ട, കുറച്ച് കാശ്മീരി ചില്ലി, ഒരു പകുതി നാരങ്ങാ നീര്, ഉപ്പ്, പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ. ഇത്ര സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. അതിനും ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി എടുത്തു, അതിലേക്ക് ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല പച്ച വെളിച്ചെണ്ണ കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. എനിക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ട് ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചത് ഈ ഒരു പരുവത്തിലാക്കി എടുത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായ സമയത്ത് നമ്മുടെ നാടൻ കപ്പ, നാട്ടിൽ നിന്ന് വന്ന കപ്പ, എത്ര നാളായെന്നറിയോ കഴിച്ചിട്ട്, അതും കൂട്ടി ഈ മുളക് ചമ്മന്തിയും ഇച്ചിരി ഉണക്കമീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ വെച്ച് ഒരു പിടി പിടിക്കുവാണേ. ഓക്കെ.